സർപ്രൈസ് ആയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ക്യൂട്ടായിട്ടുണ്ടല്ലോ. ആരാ ഞാനോ? ഹാപ്പി ബർത്ത്ഡേ അന്ന. ഹായ്. ഓ ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നേ? വരാൻ പറ്റില്ലേ? അതാണ് അന്ന, എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എൻ്റെ ലൈഫും. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. മൈക്കിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെക്കുറിച്ച് നീ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നു? എനിക്കിഷ്ടായില്ല. ജസ്റ്റ് അസൂയ. നിങ്ങളുടെ മാരേജിന് കണ്ടിരുന്നു. ഹായ്. ഹായ്. ഒരു മിനിറ്റ്. കാര്യമാണ്. ഹേയ്. ഹായ്. ഇത് അറിയാം, ജെന്നിഫർ. Thank you. Will you marry me? Anna, will you marry me? എന്താ മൈക്കിൾ ഇങ്ങനെ നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ട്? നീ എന്തീ പറയണ? യു നോ വാട്ട്, ഞാനും വർഗീസും ഒരു വർഷമായിട്ട് റിലേഷനിലാണ്. വർഗീസ? യെസ്. അപ്പൊ നമ്മള് തമ്മിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത? മൈക്കിൾ എന്നെക്കാളും നല്ലൊരു പെണ്ണെ കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. അത് പിന്നെ തുടച്ച പോകുന്നേ. വർഗീസോ? ഇനി അജു വർഗീസ് എങ്ങനാണോ? ആരാ നമ്മള് വിചാരം? കഷ്ടകാലത്തിന് ആ സമയത്തുകൊണ്ട് മോതിരം കൊടുക്കാൻ നോക്കി. എൻ്റെ കാശും പോയില്ല ദൈവമേ. അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാ. സങ്കടമുണ്ടോ? സങ്കടം നല്ലതാ, കൊറേ കഴിയുമ്പോ മാറിക്കോളും. അവളെന്നോട് പെണ്ണുങ്ങളെ പറ്റിക്കാന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ് എങ്കിലും വേണം. നോക്കിക്കോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. അടിയിൽ പ്രപ്പോസ് ചെയ്യാനുള്ള 3-4 എണ്ണല്ലേ, അതിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. കുറച്ച് കൂടണ്ടട്ടാ. നമുക്ക് വീട്ടിൽ പോവാം. ഞാനില്ല. ചാച്ചനുള്ളതുകൊണ്ടാണോ? ഞാനങ്ങൂല്ല. നമ്മുടെ പപ്പ എന്നെ എടുത്തിട്ടുണ്ടോ? നിന്നെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു പപ്പയുടെ മെയിൻ പണി. പപ്പ പോയ പിന്നെ ആരുമില്ലെന്നൊരു തോന്നലാണ്. ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനും മമ്മിയൊക്കെ. പപ്പ എങ്ങനെ മരിച്ചു? പപ്പ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? വേണോ? ഇച്ചായന്റെ തെറ്റ. എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്തത്? മൈക്കത് ചെയ്യരുതായിരുന്നു. അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ ഒപ്പം എൻ്റെ ഇച്ചാനുണ്ടായിരുന്നേന്. സ്വന്തം പപ്പയുടെ മരിപ്പിനാണല്ലോ അവൻ കാരണമായത്.
പപ്പ ഇല്ലാതാക്കിയത് അവനാണെന്ന തോന്നൽ ഞാൻ ഉണ്ടാക്കി. പിന്നെ എൻ്റെ മോൻ എൻ്റെ കൂടെ നിന്നിട്ടില്ല. നല്ല സങ്കടമായിട്ടുണ്ടാവും. പിന്നെ ആരോടും അടുപ്പമില്ല, സംസാരിക്കില്ല. നിനക്ക് ചെവി കേക്കില്ലേ? എടാ നിന്നോടാ ചോദിച്ചേ, നിന്റെ പപ്പയെ കൊന്ന നീയല്ലേ? ഇവനെ കൊണ്ട് ഞാൻ മിണ്ടിക്കാം. അവരുടെ കൂട്ടത്തിൽ ഒരു റാറ്റുണ്ട്. റാറ്റോ? അതെ, എലി. നിങ്ങൾക്ക് ഭ്രാന്താ, കിടന്നുറങ്ങാൻ നോക്ക്. എടി, റാറ്റ് എന്ന് പറഞ്ഞാൽ ചാരൻ, പോലീസിന് ഇൻഫർമേഷൻ തരുന്ന ആൾ. സാറിനെ വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് അങ്ങനെ ഒരാളാണ്. അതാരായിരിക്കും? അത് കണ്ടുപിടിച്ചിട്ട് ഗുണമുണ്ടോ? ഈസ സാറിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടക്കുന്നുള്ളൂ. സാറാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നുമില്ല. അതായത് നേതാവിനേക്കാളും വലിയ അണിയാവണം അല്ലേ? നിന്റെ നാക്കൊരു ദുരന്ത. അല്ലെങ്കിൽ പിന്നെ അങ്ങേര് പറയണത് പോലെ കേട്ട് അങ്ങേരോടൊപ്പം നിന്നാ പോരെ. പിന്നെ നിങ്ങൾക്ക് എലിയെ പിടിക്കണമെങ്കിൽ നിങ്ങളൊരു പൂച്ചയാവണം. അതായത് പുലിയാണെന്നുള്ള വിചാരം കളയണം. നീ ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഇൻഫർമേഷൻ നൽകുന്ന ആളെ പിടികിട്ടണമെങ്കിൽ നിങ്ങളുടെ സാറിന്റെ കോൾ ഡീറ്റെയിൽസ് നിർത്തി നോക്കിയാൽ പോരെ. അത് ശരിയാ. ബെസ്റ്റ്. അപ്പം നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലല്ലേ? ഞാൻ ഇത്ര സിമ്പിളായി ചിന്തിക്കാറില്ല. ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് സാറിന് ബോധ്യമുണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ സംതിങ് ഫിഷി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമ്മുടെ കില്ലറെ ഞാൻ കണ്ടെത്തി. റാറ്റിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. ചെയ്തത് സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തെണ്ടിത്തരമായിരിക്കും. സാറിനെ വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ മൈക്കിൾ. സ്റ്റാർ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഹാൻഡിൽ ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഡോക്ടർ. അയാൾ സാറിനെ വിളിച്ചത് പാട്രിക്കിന് വെടിയേറ്റ ലൊക്കേഷനിൽ നിന്നാണ്. എന്റെ അനുമാനത്തിൽ കില്ലർ ആ ഡോക്ടറാണ്. പാട്രിക്കിനെ ഷൂട്ട് ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിലെത്തി. പാട്രിക്കിനെ പാതി ജീവനോടെ സാർ അവന്റെ മുന്നിലെത്തിച്ചു. അവൻ എളുപ്പത്തിൽ പാട്രിക്കിനെ ഇല്ലാതാക്കി. മൊബൈൽ സിഗ്നൽസിൽ അവന്റെ മൂവ്മെന്റ് കൃത്യമായി കാണിക്കുന്നുണ്ട്. മൈക്കിൾ സാറിനെയും സാറ് മൈക്കിളിനെയും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയേ, സാറിന് എന്താ ഇതിനകത്ത് റോള്? എന്നെ എന്തിനാ ഈ നാടകത്തിൽ സാക്ഷിയാക്കിയത്? ഞാൻ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. തനിക്ക് സ്ത്രീ സഹജമായൊരു അന്വേഷണ ത്വരയുണ്ട്. അല്ലെങ്കിൽ കില്ലറെ അന്വേഷിക്കാൻ നോക്കാതെ ഇൻഫോമറെ അന്വേഷിക്കില്ലല്ലോ അല്ലേ? കൂടെ നടക്കുന്ന നിഴലിനെ പോലും വിശ്വസിക്കരുത്, അത് വെട്ടം വീണാൽ മാഞ്ഞു പോകുമെന്നും പറഞ്ഞത് സാറല്ലേ? Are you challenging me? നോ സർ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദ ട്രൂത്ത്. പട്ടി കാല് പൊക്കിമുള്ളൂ, എന്നിട്ട് വഴി മറക്കാതിരിക്കാൻ തിരികെ വന്ന് മണപ്പിക്കും. താൻ ഇപ്പം ചെയ്യുന്നതും അതാ. ഡോക്ടർ മൈക്കിളിനെ കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ്. സാറും കൂടെ ഇൻവോൾവ് ആണെന്ന് തോന്നിയതുകൊണ്ട് മുകളിൽ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകിയാൽ എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന വാദ്യാരല്ല. സർക്കാർ ഓഫീസിൽ പുക വലിച്ച് തവണ പെറ്റിയടിച്ചു. അതേപ്പോ നടക്കൂ. ഒരു നിമിഷം സാർ.
പട്ടി കൈരണ്ടും പൊക്കി കാലിൽ നിൽക്കും. അതെന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ. സോറി സാർ. സാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. Isaac, you have your own limitations. സാർ ഇപ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കുക. ഡോക്ടർ കസ്റ്റഡിയിലായ കാര്യങ്ങൾ കൈവിട്ടു. Okay. എല്ലാ ആക്ഷനും ഫ്രീസ് ചെയ്യണം. മൈക്കിളിനെ കസ്റ്റഡിയിൽ എടുക്കരുത്. I'll tell you the whole story. History of Mikhail. സർ. അശോക്, എല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ സർ.